ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കിഡിലൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ മുന്നേറ്റിരിക്കുന്നത്. ട്രഡീഷണൽ റെസിപ്പി ആയിട്ടോ ഒന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഒത്തിരി പേർക്കൊക്കെ ട്രഡീഷണൽ റെസിപ്പിയൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രഡീഷണൽ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ പഴം വെച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പിയാണേ. എന്നാൽ നമുക്ക് നമ്മുടെ ഈ ട്രഡീഷണൽ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനു വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പഴം നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത പഴം നമ്മൾ ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇവിടെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കൈക്കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ചാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരിയും കൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തന്നെ ചപ്പാത്തി ഒന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. അതുപോലെയുള്ള സ്നാക്ക് കൂടെ ആകുമ്പോൾ കുറച്ച് ഹെൽത്തിയും കൂടി ആയിരിക്കും. ഞാനിവിടെ നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടയൊക്കെ തയ്യാറാക്കുമ്പോൾ മാവ് തയ്യാറാക്കില്ലേ, അതേ രീതിയിൽ ഞാൻ ഇവിടെ കുഴച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഇതേ രീതിയിൽ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മളെന്ത് ചെയ്യണം, കാഷ്നട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് മുന്തിരി ഒരു ബലൂൺ പോലെ ഒന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ മുന്തിരിയൊക്കെ ബലൂൺ പോലെയൊക്കെ ഒന്ന് വീർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെന്ത് ചെയ്യണം, ഒരു ബൗളോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഒരു 2-3 സെക്കൻഡ് ഒന്ന് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളെന്ത് ചെയ്യണം, ഇതിലോട്ട് ഒരു പിഞ്ചളവിൽ നമ്മളെന്ത് ചെയ്യുക, ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ആവശ്യാനുസരണം ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ബൗൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ശർക്കര പാനി കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഞാനൊരു 5 മിനിറ്റോളം വേവിച്ചെടുത്തപ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഫില്ലിങ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ രീതിയിൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് നമ്മളൊരു വാഴയില വെച്ച് കൊടുത്ത് വാഴയിലയിൽ നമ്മൾ ആദ്യം തന്നെ ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉണ്ടല്ലോ, ആ മാവിൽ പകുതി പോർഷൻ നമ്മൾ എടുക്കുക. പകുതി പോർഷൻ നമ്മൾ ഇതേ രീതിയിൽ എടുത്തിട്ട് ഈ വാഴയില നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കണം. നമ്മൾ അടയ്ക്കൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കില്ല, അതേ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ, നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതേ രീതിയിൽ നമ്മൾ ഫില്ലിംഗ് എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു അപ്പം തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ് ഫില്ലിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം, അതുപോലെ മാവ് റെഡിയാക്കി എടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന മാവുണ്ടല്ലോ അത് വെച്ച് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു അപ്പം തയ്യാറാക്കിയിരുന്നേ. അത് ഇതിൽ മുകളിലോട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തത് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഇച്ചിരി എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്നാക്ക് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ വെള്ളം നല്ലതുപോലെ ചൂടാക്കി ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഇഡ്ഡലി തട്ടിലോട്ട് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 5-10 മിനിറ്റ് ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കുക കേട്ടോ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായും കൂടെ അറിയിക്കൂ.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.